നമസ്കാരം, ഞാൻ ശ്രുതി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ SAGയുടെ റെഗുലറിൽ മെമ്പർ ട്രാൻസാക്ഷനിലെ കമ്പൽസറി സേവിങ്സ്, ലോൺ റീപേയ്മെൻറ്റ്, അതർ റെസിപ്റ്റ്സ് എന്നിവ നോക്കിയല്ലോ. ഇനി നമുക്ക് അതർ പേയ്മെൻറ്റ്സ് നോക്കിയാലോ. അതിനായി അതർ പേയ്മെൻറ്റ്സ് എന്ന സബ് ഹെഡ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ തന്നെ മെമ്പേഴ്സിൻ്റെ ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഏത് മെമ്പറിൻ്റെ ആണോ പേയ്മെൻറ്റ് കാണിക്കേണ്ടത് ആ മെമ്പറിൻ്റെ നേരെയുള്ള 3 ഡോട്ടിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം ആഡ് പേയ്മെൻറ്റ് കൊടുക്കുക. അപ്പോൾ ആ പേജിൽ നെയിം ഓഫ് മെമ്പർ എന്ന് കാണാം. അതിൽ ആ സെലക്ട് ചെയ്ത മെമ്പറെ തന്നെ സെലക്ട് ചെയ്യുക. അതിനുശേഷം പേയ്മെൻറ്റ് ടൈപ്പ് നൽകുവാനായി നമ്മൾക്കുള്ളത് 2 ഓപ്ഷനാണ്: ഗ്രാൻഡ് ഓർ ഡൊണേഷൻ അല്ലെങ്കിൽ ഡിവിഡൻഡ് പേയ്മെൻറ്റ്. ഗ്രാൻഡ് ഓർ ഡൊണേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക ആവശ്യത്തിനു വേണ്ടി അയൽക്കൂട്ടത്തിലെ ഒരു അംഗത്തിന് നൽകുന്ന തുകയാണ് അവിടെ കാണിക്കേണ്ടത്, അതായത് സംഭാവനയായി. അടുത്തതായി ഡിവിഡൻഡ് പേയ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അയൽക്കൂട്ടം അംഗത്തിന് നൽകുന്ന ലാഭവിഹിതം, ആന്തരിക വായ്പയുടെ, അതാണ് ഇവിടെ കാണിക്കേണ്ടത്. അതിനുശേഷം എമൗണ്ട് എൻ്റർ ചെയ്യുക. അതിനുശേഷം മോഡ് ഓഫ് പേയ്മെൻറ്റ് കൊടുക്കുക. അതിനുശേഷം സേവ് ചെയ്യുക. ഡാറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന ഡയലോഗ് ബോക്സിൽ ഓക്കെ കൊടുക്കുക. അതുപോലെ ഓരോ അംഗത്തിനെയും ഏതെല്ലാം അംഗത്തിനാണോ പേയ്മെൻറ്റ് കൊടുക്കേണ്ടത് അവരുടെ എല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്ക് ബട്ടൺ ഉപയോഗിച്ച് നമ്മളുടെ മെയിൻ മെനുവായ മെമ്പർ ട്രാൻസാക്ഷനിലേക്ക് പോവുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് മെമ്പർ ട്രാൻസാക്ഷനിലെ തന്നെ ലോൺ റിക്വസ്റ്റ് എന്ന സബ് ഹെഡാണ്. ഏതെങ്കിലും ഒരു അംഗം ലോൺ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഓപ്ഷനാണിത്. ലോൺ റിക്വസ്റ്റ് എന്ന സബ് ഹെഡ് സെലക്ട് ചെയ്യുമ്പോൾ വരുന്ന പേജിൽ ലോൺ അപേക്ഷിക്കുന്ന അംഗത്തിനെ സെലക്ട് ചെയ്യുക. അതിനായി ഈ പ്ലസ് ബട്ടൺ ഉപയോഗിച്ച് സെലക്ട് ചെയ്യുക. നെയിം ഓഫ് മെമ്പർ സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്രൊപ്പോസ്ഡ് എമൗണ്ട്, എത്ര രൂപയാണോ ലോൺ എമൗണ്ട് ആയിട്ട് വേണ്ടത് അത് എൻ്റർ ചെയ്യുക. അതിനുശേഷം ലോൺ പീരിയഡ് കൊടുക്കുക. കാറ്റഗറി സെലക്ട് ചെയ്യുക, അതായത് നമ്മൾ ലോണിൻ്റെ ആവശ്യകത എന്താണോ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം പർപ്പസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം സേവ് ചെയ്യുക. ഡാറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന ഡയലോഗ് ബോക്സിൽ ഓക്കെ കൊടുക്കുക. നെക്സ്റ്റ് വരുന്ന പേജിൽ ആ അംഗം റിക്വസ്റ്റ് ചെയ്ത ലോൺ വിവരം കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ റെഗുലർ ട്രാൻസാക്ഷൻ പീരിയഡിൽ ലോൺ റിക്വസ്റ്റ് ചെയ്ത എല്ലാ അംഗങ്ങളുടെയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത ശേഷം ബാക്ക് ബട്ടൺ ഉപയോഗിച്ച് മെയിൻ മെനുവിലേക്ക് പോവാം. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് മെമ്പർ ട്രാൻസാക്ഷനിലെ തന്നെ ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ് എന്ന സബ് ഹെഡാണ്. അതായത് ലോൺ അപേക്ഷിച്ചത് ഡിസ്ബേഴ്സ് ചെയ്യുന്നതിനായിട്ടാണ് ഈ സെഷൻ ഉപയോഗിക്കുന്നത്. ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ് എന്ന ഫീൽഡ് സെലക്ട് ചെയ്യുമ്പോൾ അപേക്ഷിച്ച ലോണിൻ്റെ വിവരങ്ങൾ കാണാൻ സാധിക്കും. അതിലൊന്ന് പ്രസ് ചെയ്താൽ വരുന്ന പേജിൽ അതാത് മെമ്പേഴ്സിന് നേരെയുള്ള 3 ഡോട്ടിൽ പ്രസ് ചെയ്ത് എഡിറ്റ് ബട്ടൺ കൊടുക്കുക. അപ്പോൾ വരുന്ന പേജിൽ അപ്ലിക്കേഷൻ ഐഡിയും റിക്വസ്റ്റ് ചെയ്ത ലോൺ എമൗണ്ടും കാണാൻ സാധിക്കും. അതിനുശേഷം ഫണ്ട് സോഴ്സിൽ ജനറൽ ആൻഡ് കോമൺ ഫണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ലോൺ നമ്പർ, പ്രീവിയസ് ഡിസ്പേഴ്സ്ഡ് എമൗണ്ട്, റിമൈനിങ് ലോൺ റിക്വസ്റ്റ് എമൗണ്ട് എന്നിവ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. ലോൺ ഡിസ്പേഴ്സ്ഡ് ടുഡേ എന്നുള്ളതിൽ ലോൺ റിക്വസ്റ്റ് ചെയ്ത എമൗണ്ടിൽ റെഗുലർ ട്രാൻസാക്ഷൻ പീരിയഡിൽ വിതരണം നടത്തിയ ലോൺ തുക എൻ്റർ ചെയ്ത് നൽകുക. കാറ്റഗറി, പർപ്പസ്, ലോൺ പീരിയഡ് എന്നിവ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. പിന്നീട് ഇൻട്രസ്റ്റ് റേറ്റ് നൽകുക. മോഡ് ഓഫ് പേയ്മെൻറ്റ് സെലക്ട് ചെയ്യുക. മൊറട്ടോറിയം പീരിയഡ് നൽകുന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ടതാണ്. എല്ലാ ഡാറ്റാസും എൻ്റർ ചെയ്ത ശേഷം സേവ് ചെയ്യുക. ഡു യു വാണ്ട് ടു ചേഞ്ച് ദി EMI ഷെഡ്യൂൾ എന്നുള്ളതിൽ EMI ഷെഡ്യൂൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ എസ് എന്നും ചേഞ്ച് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നോ എന്നും കൊടുക്കുക. ഞാനിവിടെ നോ ആണ് നൽകുന്നത്.
അതിനുശേഷം വരുന്ന പേജിൽ ലോൺ ഡിസ്പേഴ്സ് ചെയ്ത വിവരം കാണാൻ സാധിക്കും. അതിനുശേഷം ബാക്ക് ബട്ടൺ ഉപയോഗിച്ച് മെയിൻ മെനുവിലേക്ക് പോവുക. മെമ്പർ ട്രാൻസാക്ഷനിലെ അടുത്ത സബ് ഹെഡായ സേവിങ്സ് വിഡ്രോവലാണ് നോക്കാൻ പോകുന്നത്. അതിനായി സേവിങ്സ് വിഡ്രോവൽ സെലക്ട് ചെയ്യുക. സേവിങ്സ് വിഡ്രോവൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പൽസറി സേവിങ്സ് ആയി അയൽക്കൂട്ടം സമാഹരിച്ച സമ്പാദ്യ തുക ഏതെങ്കിലും അംഗങ്ങൾ റെഗുലർ ട്രാൻസാക്ഷൻ പീരിയഡിൽ പിൻവലിക്കുകയാണെങ്കിൽ ആ ട്രാൻസാക്ഷനാണ് ഇവിടെ കാണിക്കേണ്ടത്. ഏതെങ്കിലും അംഗം സമ്പാദ്യം പിൻവലിക്കുകയോ അയൽക്കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞു പോവുകയോ മരണപ്പെടുകയോ ചെയ്താൽ ആ അംഗത്തിനെ സെലക്ട് ചെയ്ത ശേഷം വരുന്ന പേജിൽ മെമ്പേഴ്സ് ലിസ്റ്റ് കാണാൻ കഴിയും. വിഡ്രോവൽ ടൈപ്പിൽ കമ്പൽസറി സേവിങ്സ് നൽകുക. തൊട്ടു താഴെയായി എമൗണ്ട് സേവ്ഡ് എന്ന ഫീൽഡിൽ ആകെ സമ്പാദ്യം കാണിക്കുന്നതാണ്. അതിനു താഴെയായി വിഡ്രോവൽ എമൗണ്ടിൽ പിൻവലിക്കേണ്ട തുക എൻ്റർ ചെയ്ത് സേവ് ചെയ്യുക. ഡാറ്റ സേവ്ഡ് സക്സസ്ഫുൾ എന്ന ഡയലോഗ് ബോക്സിൽ ഓക്കെ കൊടുക്കുക. ബാക്ക് ബട്ടൺ ഉപയോഗിച്ച് മെമ്പർ ട്രാൻസാക്ഷൻ മെനുവിലേക്ക് വരിക. മെമ്പർ ട്രാൻസാക്ഷൻ എന്ന മെയിൻ ഹെഡിൽ അടുത്തതായിട്ടുള്ള സബ് ഹെഡ് മെമ്പർ സമ്മറിയാണ്. അതിനായി മെമ്പർ സമ്മറി സെലക്ട് ചെയ്യുക. അവിടെ വരുന്ന പേജിൽ ഓരോ മെമ്പേഴ്സിൻ്റെയും റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്, അതായത് വരവും ചെലവും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ SAG റെഗുലറിലെ മെമ്പർ ട്രാൻസാക്ഷൻ എന്ന മെയിൻ ഹെഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ നോക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്